കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി, വൈ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എ റൈസ് ടു ആണ്, മുകളിലാണ് കേട്ടോ, കോസ് ഇൻവേഴ്സ് ടി ആണ്. ഇത് cos inverse t ആണ്. Then show that dy by dx is equal to minus y by x, or show that x dy by dx plus y is equal to 0. ഇപ്പോൾ ഇവിടെ ഒരു പാരാമെട്രിക് ഫോമിലാണ് എക്സ് ഇസിക്കൽ വൈ ഇസിക്കൽ എന്ന് രണ്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാരാമെട്രിക് ഫോമാണ്, ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ നമുക്ക് dy by dt dx by dt കാണും. അപ്പോൾ ആദ്യമേ y എടുക്കാം. റൂട്ട് ഓഫ് എ ഇൻറ്റു കോസ് ഇൻവേഴ്സ് ടി ആണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 റൂട്ട് എക്സ് ആണ്. അതനുസരിച്ച് നമ്മൾ ഡി വൈ ബൈ ഡി ടി എന്ന് കണ്ടാൽ എന്ത് എഴുതണം, ആദ്യം 1/2 റൂട്ട് ഓഫ് ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി എഴുതും, കോസ് ഇൻവേഴ്സ് ടി. അതിനുശേഷം ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് കൂടെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ഇൻവേഴ്സ് ടി. അപ്പോൾ എന്തെഴുതാം, 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എ കോസ് ഇൻവേഴ്സ് ടി ആണ്. ഇതിൻ്റെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് എന്താണ്, എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എ റൈസ് ടു ആണ്, എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. അതിനുശേഷം ഈ കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് കൂടി ഇടുക. അതെന്താണ്, -1/√1 - s². ഇവിടെ ടി ആയതുകൊണ്ട് t². അപ്പോൾ ഇവിടെ ഒരു ക്വാണ്ടിറ്റി, അതായത് ഇപ്പം ഇങ്ങനെ നമ്മളിവിടെ x/√x നമുക്ക് √x എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, എക്സിനെ നമുക്ക് √x × √x എന്ന് എഴുതാം. √x എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ക്യാൻസൽ ചെയ്തിട്ട് √x എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ അതേ ക്വാണ്ടിറ്റി റൂട്ടിൽ വരുവാണെങ്കിൽ √x എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കി, എ കോസ് ഇൻവേഴ്സ് ടി എന്ന് പറയുന്ന ഒരു എക്സ് ആയിട്ട് നമ്മൾ കരുതിയാൽ അത് റൂട്ടിനകത്ത് കിടക്കുന്നതല്ലേ ഇത്. അപ്പോൾ അതിനെ നമുക്ക് മേളിൽ ഒരു റൂട്ടായിട്ട് തന്നെ എഴുതാം. അപ്പോൾ -√of എ കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ, താഴെ നമുക്ക് ഇനി എന്തുണ്ട്, ഇതുണ്ട്, ഇത് പോയി 2 × √1 - t². അതുപോലെ തന്നെ നമുക്കിനി ആദ്യം നമ്മൾ dy by dt ആണ് കണ്ടത്, dx by dt കൂടെ കാണും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ √a × സൈൻ ഇൻവേഴ്സ് ടി ആണ്. dx by dt കാണാം, നമ്മൾ മുമ്പേ കണ്ട പോലെ 2 × 1/√of √x 1/2 √x ആണ്. അപ്പോൾ എ സൈൻ ഇൻവേഴ്സ് ടി ആണ്. ഇനിയും ഇത് ഈ ക്വാണ്ടിറ്റിയുടെ നമ്മൾ എഴുതുമ്പോൾ എന്താണെന്ന് മുമ്പ് അവിടെ എഴുതിയ പോലെ സൈൻ ഇൻവേഴ്സ് ടി എഴുതണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി 1/√1 - s² ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി എഴുതാം. ഇവിടെ ഒരു റൂട്ടുണ്ട്. അപ്പോൾ റൂട്ട് x/√x എന്ന് പറഞ്ഞാൽ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ്. താഴെ നമുക്ക് 2 × √1 - t². ഇനി നമുക്ക് dy by dx കാണണമെങ്കിൽ എന്ത് ചെയ്യണം, dy by dt ഡിവൈഡഡ് ബൈ dx by dt. ദാറ്റ് ഈസ് dy by dt എന്താ നമ്മൾ കണ്ടത്, -√of കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ 2 × √1 - t². ഇതിനെ ഇതുകൊണ്ട് dx by dt കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × √1 - t² ബൈ √a × സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്വാണ്ടിറ്റി ഞാൻ ക്യാൻസൽ ചെയ്തു, ഒരു മൈനസ് ഉണ്ട്, -a × √കോസ് ഇൻവേഴ്സ് ടി ബൈ √a റൈസ് ടു സൈൻ ഇൻവേഴ്സ് t എന്ന് വരും. That is minus. What is
റൂട്ട് ഓഫ് എ കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എ കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ മൈനസ് വൈ ബൈ എ റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി എന്താണ്? എ റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് മൈനസ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതായത് നമുക്ക് ആദ്യമേ പ്രൂവ് ചെയ്യേണ്ട ഡി വൈ ബൈ ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇസിക്കൽ ടു മൈനസ് വൈ, എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. വേറെ രീതിയിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അനദർ മെത്തേഡ്. ഇപ്പോൾ എക്സും വൈയും നമുക്കറിയാം. എക്സ് വൈ ഒന്ന് കണ്ടാൽ എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ്. വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ്. അപ്പോൾ ഇതൊരു രണ്ടും ഒരേ റൂട്ടിനകത്ത് എഴുതിയാൽ എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ ഇൻറ്റു കോസ് ഇൻവേഴ്സ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് എഴുതാം. ഒറ്റ റൂട്ടിനകത്ത് എഴുതിയാൽ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു പൈ ബൈ 2 ഇതൊരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു പൈ ബൈ 2 എന്ന് വരും. അത് നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നോ. അപ്പോൾ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോൺസ്റ്റൻറ്റ് ഈസ് 0. ഇതായിരുന്നു നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അത് ഈ രൂപത്തിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് അവസാനമായിട്ട് നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Consider the implicit equation x raised to 2 by 3 plus y raised to 2 by 3 is equal to a raised to 2 by 3. ഇതിൻ്റെ എ പാർട്ട് ഇതാണ്. ഷോ ദാറ്റ് x is equal to a cos cube theta, a cos cube theta, y is equal to a sin cube theta are the parametric form of the above equation. Phi dy by dx from A. അതായത് എ പാർട്ടിൽ നിന്ന് ഈ പാരാമെട്രിക് ഫോമിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അതായത് ഇതാണ് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ. അതിൽ നിന്ന് ഡി ബൈ ഡി എക്സ് ഡയറക്റ്റ് കാണാൻ ആൻഡ് വെരിഫൈ ദാറ്റ് both give the same answer. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഇക്വേഷൻ്റെ പാരാമെട്രിക് ഫോമാണ് ഇതെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് ഈ പാരാമെട്രിക് ഫോമിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡി വൈ ഡി എക്സ് കാണണം. മൂന്നാമത് ഡയറക്റ്റ് ഇത് ഒരു ഇംപ്ലിസിറ്റ് ഇക്വേഷനാണ്. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക്
dx കണ്ടിട്ട് ഈ dx ഇതും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ y is equal to a sin cube theta, x is equal to a cos cube theta എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡ് x raised to 2/3 പ്ലസ് y raised to 2/3 ആണ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a cos cube theta ആണ്, raised to 2/3 പ്ലസ് y എന്ന് പറഞ്ഞാൽ എന്താണ്? a sin cube theta raised to 2/3. അത് റൈറ്റ് സൈഡ് a raised to 2/3 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കാൻ. അപ്പോൾ ഇതിനെ നമുക്ക് a raised to 2/3 കൊടുക്കാം. ഈ ഒരു പവർ ഇതിന് കൊടുക്കുന്നു. പിന്നെ കോസ് ക്യൂബ് തീറ്റ റൈസ് ടു 2/3 കൊടുക്കാം. പ്ലസ് a raised to 2/3 സൈൻ ക്യൂബ് തീറ്റ റൈസ് ടു 2/3 എന്ന് കൊടുക്കും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? a raised to 2/3. അപ്പോൾ ഈ രണ്ടിടത്തുള്ളതുകൊണ്ട് a raised to 2/3 നമുക്ക് കോൺ ഫാക്ടർ എടുക്കാം. പിന്നെ കോസ് ക്യൂബ് തീറ്റ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എസ് ക്യൂബ് റേസ് ടു 2/3 എന്ന് പറഞ്ഞാൽ ഈ 3 കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് 3 2/3 കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അടുത്ത അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1 ആണ്. അപ്പോൾ a raised to 2/3 is equal to RHS. അപ്പോൾ ഈ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ്റെ പാരാമെട്രിക് ഫോം തന്നെയാണ് ഇതെന്നുള്ളത് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ബി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. y is equal to a sin cube theta. അപ്പോൾ നമുക്ക് അവിടുന്ന് dy/d എന്ന് കണ്ടാൽ a × 3 sin square theta, പിന്നെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ തന്നിരിക്കുന്ന പാരാമെട്രിക് ഫോമിൽ? എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ക്യൂബ് തീറ്റ ആണ്. അപ്പോൾ dx/d എന്ന് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? a × 3 cos square theta × കോസ് തീറ്റയുടെ എന്താണ്? മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പോൾ dy/dx കാണാനാണ്, ഈ പാരാമെട്രിക് ഫോമിൽ നിന്ന് dy/dx കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം dy/d ഡിവൈഡഡ് ബൈ dx/d സീക്വൽ dy/d എന്താണ്? 3a കോസ് തീറ്റ × സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ മൈനസ് 3a സൈൻ തീറ്റ × കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി. അവസാനം ഒരു മൈനസ് ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ ആണ്. ഇത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്താണ്? കോട്ട് തീറ്റ. അപ്പോൾ ഇതിനെ നമുക്ക് മൈനസ് ടാൻ സ്ക്വയർ തീറ്റ, കോട്ട് തീറ്റ നമുക്ക് 1/tan തീറ്റ എന്ന് എഴുതാം. അവസാനം മൈനസ് ടാൻ തീറ്റ എന്നാണ് അതിന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ dy/dx = മൈനസ് ടാൻ തീറ്റ. നമുക്ക് ഇവിടുന്ന് y/x ഒന്ന് കണ്ടുപോകാം. y എന്ന് പറഞ്ഞാൽ എന്താണ്? a sin cube theta. x എന്ന് പറഞ്ഞാൽ a cos cube theta. ഈ ക്യാൻസൽ ചെയ്താൽ നമുക്ക് tan cube theta എന്ന് കിട്ടും. അപ്പോൾ y/x എന്ന് പറഞ്ഞാൽ tan cube theta ആണ്. ഇതിൻ്റെ ക്യൂബ് റൂട്ട് ഓഫ് y/x എന്താണെന്നോ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് tan cube theta ആണ്. എന്ന് പറഞ്ഞാൽ tan cube theta റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് dy/dx എന്ന് എന്താണ് കിട്ടിയിരിക്കുന്നതൊക്കെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് dy/dx = മൈനസ് ടാൻ തീറ്റ നമുക്ക് ആദ്യം കിട്ടി. = മൈനസ് ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് y/x എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒന്നിലെ dy/dx = മൈനസ് ടാൻ തീറ്റ എന്നോ അല്ല dy/dx = മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് y/x എന്ന് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. ഈ x
raised to 2 by 3 plus y raised to 2 by 3 is equal to a raised to 2 by 2. ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് dy by dx എന്താണ് കിട്ടുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് വരും? 2 by 3 x raised to 2 by 3. വാട്ട് ഈസ് 2 by 3 minus 1? 3 by 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് -1 by 3 എന്ന് എഴുതാം. പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? 2 by 3 y raised to -1 by 3 പിന്നെ dy by dx കൂടെ എഴുതാം. ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് 0 എന്നും എഴുതാം. അപ്പം dy by dx ഒന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അല്ലെങ്കിൽ 2 by 3 y raised to -1 by 3 is equal to -2 by 3 x raised to -1 by 3 എന്ന് എഴുതാം. അപ്പോൾ dy by dx കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? -2 by 3 x raised to -1 by 3 ഇവിടെ വരുമ്പോൾ മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ 2 by 3 y raised to -1 by 3 എന്ന് പറഞ്ഞാൽ -2 by 3 x raised to -1 by 3 into റെസിപ്രോക്കൽ എടുത്താൽ 3 by 2 y raised to -1 by 3. അപ്പോൾ ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി. അവസാനം ഒരു മൈനസ് ഉണ്ട്. x raised to -1 by 3 ഉണ്ട്. y raised to -1 by 3. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് ഇപ്പോൾ 1 by a raised to -m ആണെങ്കിൽ a raised to m എന്ന് നമുക്ക് എഴുതും. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ട് എഴുതിയാൽ y raised to 1 by 3 by x raised to 1 by 3 എന്ന് എഴുതാം. ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്നിച്ച് നമ്മളൊന്ന് എഴുതിയാൽ -y by 3 all raised to 1 by 3 എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് y by x. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ dy by dxും ഇപ്പോൾ കിട്ടിയ dy by dxും സെയിം അല്ലേ? സോ ഗീവ് ബോത്ത് ഓഫ് ദം, അതായത് നമ്മൾ പാരാമെട്രിക് ഫോമിൽ dy by dx കണ്ടാലും ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വെച്ച് കിട്ടിയാലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് dy by dx കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ y is equal to f of x, ഇതൊരു എക്സ്പ്ലിസിറ്റ് ഫോമിലുള്ള ഒരു ഇക്വേഷനാണ്. അത് എക്സ്പ്ലിസിറ്റ് ഇക്വേഷനാണ്. y is equal to f of x. സപ്പോസ് വി ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ വൺസ്. അപ്പോൾ ഒരു തവണ നമ്മൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് dy by dx ആയിരിക്കും. ഇതിന് നമ്മൾ f' x എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു തവണ നമ്മൾ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dy by dx, ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പം ഒരു ഫംഗ്ഷൻ y is equal to f of x ഉണ്ടെങ്കിൽ dy by dx നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, ഇതാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് y1 എന്ന് വേണേൽ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ y' എന്ന് ചെയ്യാം, അല്ലെങ്കിൽ f' x എന്ന് പറയാം, അല്ലെങ്കിൽ dy by dx. ഇതിനെ ഡിനോട്ട് ചെയ്യാൻ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ y1 എന്നോ y' എന്നോ f' x എന്നോ dy by dx എന്നോ ഇതെല്ലാം സെയിം നൊട്ടേഷനാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹയർ ഓർഡറാണ്. അപ്പോൾ നമ്മൾ dy by dx എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ ഒന്നുകൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? dy by dx ഓഫ് dy by dx. ഇത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് d² y by ds². അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ dy by dxനെ നമ്മൾ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് വൺസ് അഗെയിൻ വി വിൽ ഗെറ്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇതിന് നമ്മൾ പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്? ഇഫ് യു നോ dy by dx, dy by dx ഓഫ് dy by dx ഈസ് കോൾഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ d² y by ds². ഈ നൊട്ടേഷൻ നമ്മൾ എടുക്കാമെങ്കിൽ ഇതിനെ നമ്മൾ y2 എന്നോ അല്ലെങ്കിൽ y2' എന്നോ അല്ലെങ്കിൽ f2' x എന്നോ അല്ലെങ്കിൽ d² y by ds², ഇത്രയും നൊട്ടേഷൻ നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. y is equal to 3s² + 5 ആണെന്ന് വിചാരിച്ചൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്കറിയാം dy by dx is equal to 3 ×
2x plus 0 that is 6x ആണ് നമുക്കറിയാം. ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ ആണ്. ഇപ്പോൾ 6x നമ്മൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 6 കോൺസ്റ്റൻ്റ് ആണ്. 6 ഇൻറ്റു 1 ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 6x സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 6 ഇതുപോലെ തന്നെ നമുക്ക് ഡി ക്യൂബ് ബൈ ഡി എസ് ക്യൂബ്, ഡി റേസ് ടു 4 അല്ലെങ്കിൽ വൈ ബൈ ഡി എക്സ് റേസ് ടു 4, ഇങ്ങനെ തേർഡ് ഓർഡർ ഫോർത്ത് ഓർഡർ ഇങ്ങനെ ഹയർ ഓർഡർ എത്ര വേണം നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് പക്ഷേ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഇതിനെ നമ്മൾ സാധാരണ രീതിയിൽ ഡിനോട്ട് എളുപ്പത്തിന് വേണ്ടി ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇതെന്താണ്? ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ എന്ന് മനസ്സിലായല്ലോ. ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ. ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. മറ്റേ ഹയർ ഓർഡർ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ ചെല്ലുമ്പം ഇതിൻ്റെ ഹയർ ഡെറിവേറ്റീവ് ഒക്കെ പഠിക്കും. നമുക്ക് സെക്കൻഡ് ഓർഡർ വരെ അത്യാവശ്യമാണ്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. പ്രോബ്ലംസ്. Find the second order derivative of the following. അപ്പോൾ ആദ്യത്തേത് എസ് ക്യൂബ് പ്ലസ് ടാൻ എക്സ് ആണ്. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ് എസ് ക്യൂബ് പ്ലസ് ടാൻ എക്സ്. ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സപ്പോസ് y ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് പ്ലസ് ടാൻ എക്സ് എടുക്കും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3s സ്ക്വയർ ആണ്. ടാൻ എക്സിൻ്റെ 6 സ്ക്വയർ എക്സ് ആണ്. ഡിഫറൻഷ്യേറ്റിംഗ് വൺസ് അഗെയിൻ both sides we get d square y by ds square. അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2x ആണ്. സി സ്ക്വയറിൻ്റെ എക്സിൻ്റെ എന്താണ്? ഇപ്പോൾ എക്സ് റേസ് ടു 2 ആണെങ്കിൽ നമ്മൾ 2x എന്ന് എഴുതും. 2 sec x. പിന്നെ sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 6x പ്ലസ് 2 sec x into sec x c square x tan x. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് കാണുന്നു, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണുന്നു. അതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുന്നു. നമുക്ക് അടുത്ത ബി പാർട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ എസ് ക്യൂബ് log x ആണ്. എസ് ക്യൂബ് log x. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് സപ്പോസ് y ഈസ് ഈക്വൽ ടു എസ് ക്യൂബ് log x എന്ന് എടുക്കാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഇവിടെ എന്താണ്? ഒരു പ്രോഡക്റ്റ് റൂളാണ്. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. എസ് ക്യൂബിൻ്റെ 3s സ്ക്വയർ ആണ്. ഇത് ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 3s സ്ക്വയർ log x എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇനി ഇതിനെ ഒന്നുകൂടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എസ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷൻ്റെ സമ്മാണ്. ആദ്യം എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്. ഇത് നമുക്ക് ഒരു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. 3s സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനും log x രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ദാറ്റ് ഈസ് 3 ഇൻറ്റു 2x. ദാറ്റ് ഈസ് 2x പ്ലസ് 3x 6x ഇൻറ്റു
log x എന്ന്. That is 5x plus 6x log x. ഇതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ട് വരാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ സി പാർട്ട് ഒന്ന് നോക്കാം. e raised to 6x sin 5x. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് സപ്പോസ് y is equal to e raised to 6x sin 5x എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷിയേറ്റിംഗ് വൺസ് വി വിൽ ഗെറ്റ് dy by dx. ഇത് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷനാണ്. e raised to 6x ഫസ്റ്റ് ഫംഗ്ഷനും sin 5x സെക്കൻഡ് ഫംഗ്ഷനാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ 5x-ൻ്റെ ഡെറിവേറ്റീവ് 5 cos 5x, അതായത് സൈൻ 5x-ൻ്റെ കോസ് 5x-ൻ്റെ പിന്നെ 5x-ൻ്റെത് 5 ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. നമുക്കറിയാം e raised to 6x ആണ്. e raised to x-ൻ്റെ e raised to x തന്നെയാണ്. പിന്നെ 6x-ൻ്റെത് 6ഉം കൂടെ വരും. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? 5 e raised to 6x cos 5x plus 6 e raised to 6x sin 5x. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്താൽ 5 e raised to 6x ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം. പിന്നെ cos 5x സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 5 sin 5x പ്ലസ് cos 5x ഇൻറ്റു 5, ഇവിടെ ഒരു 5 വരും, ഒരു 6ഉം വരും, അപ്പം 30 വരും. 30 e raised to 6x. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ മാത്രമേ ഡെറിവേറ്റീവ് ആയുള്ളൂ. ഇനി സെക്കൻഡിൻ്റെയും കൂടെ എടുക്കാം, പ്ലസ് ഇവിടെ ഈ സെക്കൻഡ് ഫംഗ്ഷനും അവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ 6 e raised to x ഒന്നാമത്തെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും സൈൻ 5x-ൻ്റെ ഡെറിവേറ്റീവ് 5 cos 5x ആണ്, പ്ലസ് സൈൻ 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, ദാറ്റ് ഈസ് 6 ഇൻറ്റു 6 36 e raised to 6x. അപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഇതിൻ്റെ ടേംസ് എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? -25 e raised to 6x sin 5x. ഇവിടെ 30 e raised to 6x cos 5x പ്ലസ് ഇവിടെയാണ് എന്താ വരും? 6 into 5 30 e raised to x നമുക്കിവിടെ 6 e raised to 6x അപ്പോൾ ഇവിടെ 30 e raised to 6x cos 5x പ്ലസ് ഇവിടെ 36 e raised to 6x sin 5x. അപ്പോൾ നമുക്ക് സിമിലർ sin 5x ഉം cos 5x ടേംസ് ഒന്നിച്ചൊന്ന് എഴുതി നോക്കിയാൽ ഇവിടെ ഒരു -25 e raised to 6x sin 5x ഇവിടെ 36 ആണ്. അപ്പോൾ 36 നിന്ന് 25 പോയാൽ നമുക്ക് 11 e raised to 6x sin 5x പ്ലസ് ഇവിടെ ഒരു 30 e raised to 6x ഇവിടെ ഒരു 30 e raised to 6x രണ്ടും കൂടെ 60 e raised to 6x രണ്ടിടത്തും cos 5x ആയതുകൊണ്ട് cos 5x. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് tan inverse x ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ആയിട്ട് എടുക്കാം. സപ്പോസ് y is equal to tan inverse x. അപ്പോൾ dy by dx ആണെങ്കിൽ എന്ത് നമുക്കറിയാം 1/1 + x² ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്നറിയാം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടാൻ dy by ds d2y by ds². അപ്പോൾ 1/x ആണ് നമ്മൾ എന്ത് ചെയ്യും? -1/s² എന്ന് എഴുതും. അതിനുശേഷം
ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ. അപ്പോൾ ഇത് 1/x ആയിരുന്നു, മൈനസ് 1/s² എന്ന് എഴുതും. അതിനുശേഷം ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിക്കും. അപ്പോൾ എന്താണ് -1/1 + s² ദ ഹോൾ സ്ക്വയർ വേണം. 1/1 + s² ദ ഹോൾ സ്ക്വയർ ആണ്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ കൂടെ വരും. 1/x ആണ്, -1/s² ആണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് s² എത്രയാണ്? 2x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് ന്യൂമറേറ്ററിൽ എന്ത് വരും? -2x/1 + s² ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ പാർട്ട് നോക്കാം നമുക്ക്. log x ആണ്. log x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് എടുത്താൽ, സപ്പോസ് y = log x. അപ്പോൾ dy/dx കണ്ടാൽ നമുക്ക് എന്ത് വരും? log x ആയിരുന്നെങ്കിൽ നമ്മൾ 1/x എന്ന് എഴുതിയാണ്. എന്നിട്ട് നമ്മൾ dy/dx ഓഫ് log x കൂടെ കാണും. ദാറ്റ് ഈസ് 1/log x. log x-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 1/x log x എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് dy/dx നമുക്ക് കിട്ടിയിരിക്കുന്നത്, 1/x log x. ഇനി d²/ds² കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1/x ആയിരുന്നു, നമ്മൾ അങ്ങനെ എഴുതിയാൽ -1/s² എന്ന് എഴുതിയാൽ. അതിന് ശേഷം ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഒന്നുകൂടി എഴുതുന്നു, d/dx ഓഫ് x log x. That is -1/x log x the whole square into. ഇത് പ്രോഡക്റ്റോട് അപ്ലൈ ചെയ്യണം, കാരണം x into log x രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിനെ -1/x log x the whole square into, ഇത് നമുക്ക് x കൂടെ ക്യാൻസൽ ചെയ്ത് 1 + log x എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ന്യൂമറേറ്ററിൽ ഇപ്പോൾ നമുക്ക് -1 + log x എന്നും, ഡിനോമിനേറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ s² log x ദ ഹോൾ സ്ക്വയർ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുത്ത്, അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരാൻ പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എഫ് പാർട്ട് നോക്കാം. sin log x ആണ്. sin log x. ഇപ്പോൾ ഇവിടെ നമുക്ക് സപ്പോസ് y = sin log x dy/dx കാണുന്നു. നമുക്കറിയാം sin x ആയത് നമ്മൾ എന്ത് എഴുതിയാണ്? cos x എന്ന് എഴുതിയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? dy/dx ഓഫ് log x കൂടെ വേണം. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒന്ന് എഴുതിയാൽ നമുക്ക് അങ്ങനെ എഴുതാമെന്ന് വയ്ക്കും. ദാറ്റ് ഈസ് cos log x into derivative of log x is 1/x. That is cos log x by x. ഇതായിരിക്കും dy/dx നമുക്ക് കിട്ടും. ഇനി d² അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോഷ്യൻ്റ് ആണ്, അപ്പോൾ കോഷ്യൻ്റ് കൂടെ അപ്ലൈ ചെയ്യണം. d²/ds² ഡിനോമിനേറ്റർ ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് -sin log x. പിന്നെ ഈ log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x കൂടെ ഉണ്ട്, മൈനസ് ന്യൂമറേറ്റർ ഉണ്ട് ദാറ്റ് ഈസ് cos log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 1 ഡിനോമിനേറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് -sin log x. ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി, -cos log x ഡിവൈഡഡ് ബൈ s². അപ്പോൾ നമുക്കിവിടെ ഒരു മൈനസ് ഇങ്ങനെ കോമൺ ഫാക്ടറായിട്ട് എടുത്താൽ sin log x പ്ലസ് cos log x ഹോൾ ഡിവൈഡഡ് ബൈ s². അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്.